ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഞ്ചൽസ് മാലാഖമാർക്ക് എന്താണ് നമുക്ക് തരാനുള്ള സന്ദേശം. ഇന്നത്തെ ഈ നിമിഷത്തെ എനർജിയിൽ എന്ത് മാർഗ്ഗനിർദ്ദേശങ്ങളാണ് തരുന്നത് നോക്കാം. ആദ്യമായിട്ട് റീകൺസിഡർ എന്നതാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ഒരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട്, അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, വീണ്ടും ആ വാതിൽ തന്നെ മുട്ടിക്കൊണ്ടിരിക്കാതെ മറ്റൊരു മാർഗം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ആദ്യം തന്നെ ലഭിക്കുന്നത്. അടുത്തായിട്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണം? ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓൾറെഡി ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് പോകുന്നത് ശരിയല്ല, ഞാൻ വേറെ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മാറണം എന്നുള്ളത്. അതിനൊരു വഴി നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ ആ ഇൻറ്റ്യൂഷൻ അനുസരിച്ച്, ആ ആത്മബോധം അല്ലെങ്കിൽ ആ അന്തരാത്മാവിൻ്റെ ശബ്ദം അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം. യു ആർ റെഡി എന്നാണ് പറയുന്നത്. എന്ത് കാര്യത്തിനായാലും നിങ്ങൾ കുറേ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയം ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാനാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങാനാണോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില കഴിഞ്ഞു പോയ കാലത്തെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ആ ഓവർ തിങ്കിങ്ങോ ഉത്കണ്ഠകളോ ആശങ്കകളോ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ മാറ്റി വയ്ക്കുക എന്നാണ് പറയുന്നത്. ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അത് നമ്മളെ ബോധ്യപ്പെടുത്താണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. അടുത്തത് ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്, അതിപ്പോൾ ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം. പ്രപഞ്ചം നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരുന്ന പറയുന്നത്. അത് നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാം. ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റിവിറ്റി സംഭവിച്ചത് നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മാത്രം എന്തെങ്കിലും തെറ്റുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അല്ല കേട്ടോ. നമ്മൾ തെറ്റായ വഴി കൂടെ പോകുമ്പോൾ പ്രപഞ്ചം നമ്മൾ ശരിയായ വഴിയിലേക്ക് നയിക്കും. ചിലപ്പോൾ അപ്പോഴത്തെ ഒരു താൽക്കാലിക സിറ്റുവേഷനിൽ നമുക്ക് തോന്നും നമുക്ക് നഷ്ടം സംഭവിച്ചെന്ന്. പക്ഷേ ലോങ് ടേമിൽ അത് ചിലപ്പോൾ നല്ലൊരു കാര്യത്തിനായിരിക്കും. ചില ബന്ധങ്ങളിൽ നമ്മൾ ചിലപ്പോൾ വിഷമം നിങ്ങൾക്ക് തട്ടിയിട്ടുണ്ടാവും തുടക്കത്തിൽ. അപ്പോൾ നിങ്ങളത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തിരിച്ച് അതുപോലെ കിട്ടാത്തതെന്ന് തോന്നിക്കാണ്. ചിലപ്പോൾ ആ ബന്ധം നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറാൻ ചിലപ്പോൾ ജോലി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ അതങ്ങനെയല്ല. നമുക്ക് യോജിച്ചത് നമ്മളെക്കാൾ നന്നായിട്ട് യൂണിവേഴ്സിന് അറിയാം. അത് ആദ്യം ഉറച്ച് വിശ്വസിക്കുക. ചിലപ്പോൾ നമ്മൾ ആ ജോലിയിൽ പോയി കഴിഞ്ഞിട്ട് തുടക്കത്തെ ആ ഒരു ആവശ്യമായി കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഗ്രോത്തിന് തടയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് അത് നമ്മളിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് നമ്മുടെ ഹയർ പവറിന് കാണാൻ കഴിയും. അൺലൈക്ക്ലി എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുന്നതൊന്നും നടക്കില്ല. അങ്ങനെ പേടിച്ച് വിഷമിച്ചിരിക്കുന്ന കാര്യമില്ല. വെറുതെ ഓവർ തിങ്ക് ചെയ്ത് അനാവശ്യമായ നെഗറ്റിവിറ്റീസ് വലിച്ച് വയ്ക്കരുത് എന്നാണ് പറയുന്നത്.